വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം, ഏലക്കായ 4 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് 10 എണ്ണം, പെരുംജീരകം 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 4 എണ്ണം, തേങ്ങ 1/4 കപ്പ് ചിരവിയത്, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, സവാള 1 മീഡിയം സൈസ്, തക്കാളി 1, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ 1/2 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം മീഡിയം സൈസ് ആക്കിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞെടുത്ത് വെച്ചതാണിത്. ഇനി നമുക്കിതിനെ ഒന്ന് മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർക്കാം. ഈ നാരങ്ങ നീര് ഇല്ലെങ്കിൽ പകരം വിനാഗിരി ചേർത്താലും മതി. വിനാഗിരി ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മസാല തേക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാലേ എല്ലാ ചിക്കൻ പീസസിലേക്കും നല്ല പോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കനിലേക്ക് നല്ല പോലെ ഞാൻ ഈ മസാലയൊക്കെ തേച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്കായും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-15ഓളം കുരുമുളകും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 4 ഉണക്കമുളകും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ കളറ് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. പിന്നെ തണുക്കാനായിട്ട് മാറ്റി വെക്കുമ്പോൾ ഈ പാനിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത്. അതിനെ വേറൊരു പാത്രത്തിലേക്കോ ബൗളിലേക്കോ എന്തിലേക്കും മാറ്റണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയിലേക്ക് ഇടാം. ഇനി ഇതിനെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പം ഞാൻ ഇതിനെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം.
ഞാനിപ്പോൾ ഈ അരപ്പിനെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി ഈ അരപ്പിനെ കൂടാതെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത് വേണം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തെടുത്തത് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇതിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആണ്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സവാളയിനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് വഴറ്റിയെടുക്കണം. നല്ല പോലെ സോഫ്റ്റായി വരണം. ഈ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വരാനും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരാനും വേണ്ടിയിട്ട് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, സവാള നല്ല സോഫ്റ്റായി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോവാനും വേണ്ടിയിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇനി ഈ തക്കാളി നല്ല പോലെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിനായിട്ട് നല്ല പോലെ ഒന്ന് ഇതിനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെയും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയും പെട്ടെന്ന് വഴന്നു വരും. ഇപ്പോൾ തക്കാളി നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെയും കൂടെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെയും ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ തേങ്ങ അരക്കുമ്പോൾ അതിൽ ഉണക്കമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എരിവ് കൂടാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഈ മസാലയിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളവും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ ചിക്കനെ മസാലയിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കനും മസാലയും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ വേവാനും വേണ്ടിയിട്ട് ഒരു 15 to 20 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഇത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായി വന്ന് നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറിവേപ്പിലയും ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിനെ ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിനെ തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.